ചോരയും നീരുമുള്ള ഭാഷ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു കവിയാണ് വയലാർ എന്ന് അദ്ദേഹം ആദ്യം പറയും. അതിനുശേഷം മനുഷ്യരുടെ ജീവിതത്തിന്റെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് കവിത എഴുതുന്ന കവി, അതൊക്കെ മുണ്ടശ്ശേരിയുടെ പ്രയോഗങ്ങളാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ തോളിൽ ചവിട്ടി നിന്ന് കവിത എഴുതാൻ ശേഷിയുള്ള കവി എന്നൊരു വാക്കത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ആശാന്റെയും വള്ളത്തോളിന്റെയും ഒക്കെ കമ്മട്ടത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചങ്ങം വയലാറിൽ നിന്ന് ഭാവിയിൽ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം കവിതകൾ പ്രതീക്ഷിക്കാമോ, പ്രതീക്ഷിക്കട്ടെയോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനം അവസാനം. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. പിന്നീട് 61 ശേഷം 75 വരെയും അദ്ദേഹം മദ്രാസുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു, സിനിമാ ലോകത്തായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ചില കവിതകളൊക്കെ എഴുതുക, ചില ഗദ്യരചനകൾക്ക് ഒക്കെ എഴുതുക എന്നുള്ളതല്ലാതെ പിന്നീട് കാര്യമായ കവിതയൊന്നും അദ്ദേഹം എഴുതിയില്ല എന്നുള്ളതാണ് ഒരു സത്യം.